ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടന കാലം വരികയാണ്. ഏതാണ്ട് ചിങ്ങമാസം മുതൽ തന്നെ ഒരർത്ഥത്തിൽ നാം എല്ലാവരും തീർത്ഥാടകരായി കഴിഞ്ഞു. ചിങ്ങമാസം മുഴുവനായും അത് കന്നിയിലേക്കും കടന്ന് മഹാസമാധിയായും നവരാത്രിയായും നടന്നുകൊണ്ടിരുന്നതെല്ലാം ഒരർത്ഥത്തിൽ തീർത്ഥാടനം തന്നെയാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ചുള്ള മണ്ഡലകാലം സമീപത്തെത്തിയിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ശിവഗിരി തീർത്ഥാടനവും കടന്നു വരികയാണ്. തീർത്ഥാടനത്തിന് അതിൻ്റെ ശതാബ്ദിയിലെത്തുവാൻ ഇനി 6-7 കൊല്ലവും കൂടിയുണ്ട്. എന്നാൽ തീർത്ഥാടനം ഗുരു കൽപ്പിച്ചനുവദിച്ചതിൻ്റെ ശതാബ്ദിയിലേക്ക് നമ്മൾ അടുത്ത വർഷത്തോടെ പ്രവേശിക്കുകയാണ്. നാം കണ്ടു കഴിഞ്ഞു വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങൾ. അത് പലപ്പോഴും അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് കേവലം യാന്ത്രികമായ ഒരു ചടങ്ങായി മാറാറുണ്ട്. അതിന് മുടക്കം വരുത്താൻ നാം തയ്യാറാവില്ല. മുടങ്ങുന്നത് വലിയൊരു അപരാധമായി നാം കാണുകയും ചെയ്യും. ഇത് എന്തു മാറ്റം നമ്മിൽ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ, മാറ്റം ഉണ്ട് എന്ന് ഉറപ്പു പറയുവാൻ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷവും ഇതിൻ്റെ ലക്ഷ്യത്തിനും ഉദ്ദേശത്തിനും വിരുദ്ധമായാണ് ഗതി എന്ന് തുറന്നു തന്നെ സമ്മതിക്കാറുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, പല കാര്യങ്ങൾ പരിഗണിച്ചും ഒക്കെ വേണം നാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിധി എഴുതുവാൻ. ഒന്നാമതായി നോക്കേണ്ടത് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഗതിയാണ്. ഒരലക്ഷ്യമായ പ്രയാണമാണ് ഇപ്പോഴത്തേതെന്ന്
ചിന്താശീലർക്ക് വലിയ വിഷമം കൂടാതെ ബോധ്യമായിട്ടുണ്ട്. എന്നാൽ പണ്ടേക്ക് തന്നെ പൂർവ ആചാര്യന്മാരെല്ലാം ദൈവഹിതമെന്തെന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്നും ഒക്കെ ലോകത്തോട് ഉദ്ബോധിപ്പിച്ചാണ് പോന്നിരുന്നത്. ഗുരുദേവനാണെങ്കിൽ ഉദ്ബോധനത്തെക്കാൾ ഉപരി അതെല്ലാം അനുഷ്ഠിച്ച് കാണിക്കുകയായിരുന്നു. മാതൃകയായി നമ്മുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുകയായിരുന്നു. നാം കണ്ടു ഗുരു എങ്ങനെ ഒരു തീർത്ഥാടകനായെന്ന്. ദൈവദശകത്തിലെ സങ്കല്പം പോലെ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ദൈവം തന്നെ എന്ന് പറഞ്ഞതുപോലെ ഒരു വശം മാത്രം പരിഗണിച്ച് ഗുരുവിനെ ഒരു തീർത്ഥാടകനായി നാം കണ്ടു എന്നേ ഉള്ളൂ. അതിനപ്പുറമാണ് ഗുരു. കൂടുതൽ അറിയുമ്പോൾ ഗുരു തീർത്ഥാടകനല്ല, പിന്നെയോ തീർത്ഥം തന്നെയാണ്. അവിടുന്ന് ബ്രഹ്മജ്ഞാനിയല്ല, ബ്രഹ്മമാണ് എന്ന് പറയുന്നത് പോലെ അവിടുന്ന് തീർത്ഥം തന്നെയാണ്. എന്താണ് തീർത്ഥം? തരണം ചെയ്യിക്കുന്നത്, നമ്മെ കടത്തിവിടുന്നത്, അതാണ് തീർത്ഥം. അത് കേവലം ഒരു നദിയോ ഒരു ദേവസ്ഥാനമോ ഒരു പവിത്ര ഭൂമിയോ മാത്രമായാൽ പോരാ. അതിലൂടെ കടന്നു പോകുന്നവർ ഏതിൽ നിന്ന് ഏതിലേക്ക്, പണ്ടേക്ക് തന്നെ അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അസത്തിൽ നിന്ന് സത്തിലേക്ക്, അസത്തിൽ നിന്ന് സത്തിലേക്ക്, തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃതത്തിൽ നിന്ന് അമൃതത്തിലേക്ക്. അപ്പോൾ നോക്കൂ, അസത്തിലാണ് തൻ്റെ നില എന്ന് ഉള്ള തിരിച്ചറിവ്. അതുണ്ടായില്ലെങ്കിൽ അവൻ അസത്തിനെ എങ്ങനെ വിടും? തൻ്റെ യഥാർത്ഥ നില സത്തിലായിരിക്കണം എന്ന് ഒരു ലക്ഷ്യബോധം ഉണ്ടായില്ല എങ്കിൽ അവൻ ആ അസത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. സത്യവും അസത്യവും തമ്മിലുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തിരിച്ചറിവ് ഉണ്ടായില്ല എങ്കിൽ അവൻ ആ നിലയിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. തിരിച്ചറിവ് അത് ആന്തരികമായി സംഭവിക്കേണ്ടതാണ്. കണ്ടാലും കേട്ടാലും ഇത് തിരിയണമെന്നില്ല. തിരിച്ചറിയണമെങ്കിൽ അതിന് പ്രത്യേക ഒരു പുണ്യം വേണം, പ്രത്യേക ഒരു അനുഗ്രഹം വേണം.
നാം ഒന്ന് ഓർക്കുക, വിലക്ഷണമായിട്ടെങ്കിലും ഈ ധാരയിലേക്കൊന്ന് കടന്നു വന്നാൽ എന്തോ പൂർവ്വ പുണ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു തീർത്ഥാടകന്റെ ബാഹ്യ വേഷമെങ്കിലും ധരിക്കാൻ അയാൾക്ക് തോന്നിയത്. അത് തന്നെ ഒരു പുണ്യമാണ്. ഒരുപക്ഷേ അയാൾ ഈ തീർത്ഥം എന്തെന്നോ അതിൻ്റെ പൊരുളെന്തെന്നോ അറിഞ്ഞവനായിരിക്കില്ല. അയാൾക്ക് അതറിയാൻ താല്പര്യവും ഉണ്ടാവില്ല. അവിടെ ഒന്നോർക്കുക, ഒരു ജന്മം കഴിയുമ്പോൾ അർത്ഥമറിയാതെയാണെങ്കിലും ഇങ്ങനെ ഒരു വേഷം കെട്ടിയതിൻ്റെ പുണ്യം അടുത്ത ജന്മത്തിലുണ്ടാവും. ഉറപ്പാണ്. ശാസ്ത്രം നമുക്ക് നൽകുന്ന ഒരു സാന്ത്വനമാണ്. ആ രീതിയിൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ അടച്ച് കുറെ മാത്രം കണ്ടുപോകാതെ അതിലെയും നന്മ കണ്ടുപോകണം. എന്തുകൊണ്ടെന്നാൽ ഒരു ഗുരുഭക്തൻ എന്നാൽ ശുഭാപ്തി വിശ്വാസിയായിരിക്കണമെന്നാണ്. എന്താണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിന് അടിസ്ഥാനം? ഗുരു അനുഗ്രഹിച്ചതാണ്, ഗുരു അനുവദിച്ചതാണ്. അതുകൊണ്ട് അത് ശുഭകരമാകാതെ വരില്ല. ഇന്ന് നാം നോക്കുമ്പോൾ ഇതെല്ലാം ഗുരുവിന് വിപരീതമാണ് എന്ന് തോന്നിയാലും പ്രകൃതിയിൽ നാം കാണുന്നത് പോലെ കയ്പ് ചപ്പി നടക്കുന്ന പുഴുക്കൾ, തേൻ അനുഭവിക്കുന്ന പൂമ്പാറ്റകളായി മാറുന്നത് പോലെ അസത്തിൽ നിന്നും സത്തിലേക്ക് എന്തുമായിക്കൊള്ളട്ടെ, അനുകരിച്ചോ പ്രേരിപ്പിക്കപ്പെട്ടോ ഇങ്ങനെയൊന്ന് അവൻ്റെ നാവിലൂടെ വന്നിട്ടുണ്ടേ എങ്കിൽ ആ നന്മയുടെ ഒരു അംശം പേറിയാണ്, അതിൻ്റെതായ അല്പം പുണ്യം കൂടി ചേർത്തുകൊണ്ടാണ്, പാപച്ചുമട് ആയിട്ടാണ് പോകുന്നതെങ്കിലും ആ ജീവൻ പോകുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഇത് കാണാനും കേൾക്കാനും ലോകത്തിനിട വരട്ടെ. ആര് മുഖം തിരിക്കുന്നു, ആര് നിഷേധിക്കുന്നു, അത് നിഷേധിക്കണമെങ്കിൽ ഒരു ശ്രദ്ധ തരുന്നവർക്കല്ലേ നിഷേധിക്കാൻ പറ്റൂ. ആ രീതിയിലെങ്കിലും ഒരു ശ്രദ്ധ ഇതിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും വരും കാലങ്ങളിൽ, വരും ജന്മങ്ങളിൽ ആ പുണ്യം വളരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ചെയ്യുന്നതൊന്നും പാഴല്ല. ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, ചെയ്യുന്നതെല്ലാം പൂർണ്ണമായി എന്ന് നമ്മൾ കരുതാതിരുന്നാൽ മതി. കഴിയുന്നിടത്തോളം ഗുരുഹിതത്തോട്, സങ്കല്പത്തോട് ചേർന്ന് പോകുവാൻ നമ്മളെല്ലാവരും ജാഗരൂകരായി ഇരിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ തിരിച്ചറിവ് അത് തികച്ചും ആന്തരികമാണ്, മാനസികമാണ്. തീർത്ഥാടനം പല തലങ്ങളിലാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാനസിക തീർത്ഥാടനം. മനസ്സ് പലതിനെയും തരണം ചെയ്യണം. തരണം ചെയ്യപ്പെടാത്ത മനസ്സ്, ബാഹ്യമായി നമ്മൾ എന്തെല്ലാം അനുഷ്ഠിച്ചാലും, ഒരുപക്ഷെ ബാഹ്യമായി നോക്കുമ്പോൾ തീർത്ഥാടനത്തിൻ്റെ എല്ലാ വിധികളും അയാൾ പാലിക്കുന്നുണ്ടാവാം.
അതിൻ്റെ പുണ്യം അയാൾക്ക് ലഭിച്ചു എന്ന് തന്നെ നമുക്ക് തോന്നുന്നുമുണ്ടാവാം. അതിൻ്റെ ഒരു പൊരുൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ഐതിഹ്യം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പ്രസക്തമായതുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. പറയിപെറ്റ മന്ദിരകുലത്തിലെ ഒരു മഹാനായിരുന്നു അകവൂർ ചാത്തൻ. അപ്പൊ ആ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അകവൂർ ദേശത്തെ ഒരു നമ്പൂതിരിയുടെ മനക്കിലെ സേവകനായി ചാത്തൻ കഴിഞ്ഞുകൂടുന്നു. അകവൂർ നമ്പൂതിരിക്കൊരിക്കൽ മാനസികമായ ഒരു ഇടർച്ച പറ്റി ഒരു സ്ത്രീയിൽ മനസ്സ് പ്രവർത്തിച്ചു. മനസ്സുകൊണ്ടൊരു ചായ്വ്. നമ്പൂതിരിക്ക് അതിൽ കുറ്റബോധം തോന്നി. അങ്ങനെ മനസ്സ് ഇടറിയതിൻ്റെ പാപം പോക്കുവാൻ പരിഹാരം ആരാഞ്ഞു. ഈ പാപം കഴുകിക്കളയുവാൻ ഒന്ന് ഓർത്തോണം, കർമ്മം കൊണ്ട് അദ്ദേഹം പാപം ചെയ്തില്ല, മാനസികമായി ഉണ്ടായ ഒരു വിചാരം മാത്രമായിരുന്നു. ആ പാപം പോലും തൻ്റെ ഉള്ളിൽ കിടക്കണ്ട. അതിനെ തരണം ചെയ്യുവാൻ അദ്ദേഹം ഒരു തീർത്ഥാടനം നടത്തുകയാണ്. സഹായിയായ ചാത്തനും ഈ കൂട്ടത്തിൽ കൂടി. പല പുണ്യതീർത്ഥഘട്ടങ്ങൾ സന്ദർശിച്ചു. അവിടെയെല്ലാം വിധിപ്രകാരം ആചാരങ്ങളെല്ലാം ചെയ്ത് തീർത്ഥത്തിൽ മുങ്ങിക്കയറി. ഇതിനിടയ്ക്ക് നമ്പൂതിരി കാണുന്നുണ്ട് ചാത്തന്റെ ഭാണ്ഡത്തിലൊരു ചൊരക്കയുണ്ട്. തിരുമേനി തീർത്ഥത്തിൽ മുങ്ങിക്കയറുന്നതിന് പുറകെ ചാത്തനും വെള്ളത്തിലിറങ്ങി ചുരക്ക ഒന്ന് മുക്കിയെടുത്ത് വീണ്ടും ഭാണ്ഡത്തിലിടും. ഇത് തിരുമേനിയും ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ തീർത്ഥഘട്ടങ്ങളെല്ലാം സന്ദർശിച്ച് തീർത്ഥാടനം പൂർത്തിയാക്കി തൻ്റെ പാപങ്ങൾ അത്രയും ഒഴിഞ്ഞുപോയി എന്ന ആശ്വാസത്തിൽ നമ്പൂതിരി ഇല്ലത്ത് മടങ്ങിയെത്തി. ആശ്വസിച്ചു. അപ്പൊ ഒരു വേള ഊണിന് അകവൂർ ചാത്തൻ ഈ ചൊരയ്ക്ക നുറുക്കി അന്തർജനത്തെ ഏൽപ്പിച്ചു. അതുകൊണ്ടുണ്ടാക്കിയ ഉപദംശം നമ്പൂതിരി രുചിച്ചപ്പോൾ വല്ലാതെ കഴിച്ചു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അന്തർജനത്തോട് കയർത്തു. ഇത് ചാത്തൻ നുറുക്കി തന്നതാണ്, താൻ അത് വെച്ചു എന്നേ ഉള്ളൂ, ഇതേപ്പറ്റി അറിയില്ല. ചാത്തനോട് ചോദിക്കുന്നു. അപ്പോൾ ചാത്തൻ പറയുന്നത്, അത് കഴിക്കാനിടയില്ല, അങ്ങ് മുങ്ങിയ തീർത്ഥങ്ങളിലെല്ലാം ഞാനിത് മുക്കിയതാണ്, അതിൻ്റെ കയ്പെല്ലാം പോയിട്ടുണ്ടാവും. നമ്പൂതിരിക്ക് മനസ്സിലായി ചാത്തൻ തന്നെ പരിഹസിച്ചതാണ്. അടുത്ത നിമിഷം മനസ്സിലായി ഇത് പരിഹാസമല്ല, ഇവൻ പറഞ്ഞതാണ് യഥാർത്ഥ തത്വം. ഈ തീർത്ഥത്തിൽ മുങ്ങിയാൽ എൻ്റെ പാപം പോയിട്ടുണ്ടെങ്കിൽ ഈ കയ്പഞ്ചരയ്ക്ക മുക്കിയാലും അതിൻ്റെ കയ്പം പോകേണ്ടതായിരുന്നല്ലോ. അഘോർ ചാത്തനെ ആദരവോടെ സമീപിച്ച് തനിക്ക് ആത്മശുദ്ധി കൈവരുവാൻ, തൻ്റെ പാപങ്ങൾ അത്രയും പോകുവാൻ എന്തു വേണമെന്ന് ആരായുകയാണ്. അപ്പോൾ ചാത്തൻ പറഞ്ഞു കൊടുക്കുകയല്ലേ, ഉപദേശിക്കുകയല്ലേ, ആത്മാവിൽ പശ്ചാത്തപിക്കണം.
അത് തെളിയിക്കണം. മറ്റതെല്ലാം പുറമേ ഉള്ള ഒരു പ്രകടനം മാത്രമായിരുന്നു. അത് തെളിയിക്കപ്പെടണമെങ്കിൽ ഒരു സ്ത്രീരൂപം ഇരുമ്പിൽ തീർത്ത് അതിനെ ചുട്ടിപ്പഴുപ്പിച്ച് നാട്ടി നിർത്തി ആ പഴുത്ത ഇരുമ്പിനെ, സ്ത്രീരൂപത്തെ ആലിംഗനം ചെയ്തെങ്കിൽ മാത്രമേ അങ്ങയുടെ പാപം പോവുകയുള്ളൂ. തിരുമേനിക്കത് സമ്മതമായിരുന്നു. പാപിയായി പരലോകത്തേക്ക് പോകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പഴുത്ത ഇരുമ്പിനെ പുൽകിയാൽ ശരീരം ഉരുകി പോകുമെന്നുറപ്പാണ്. പക്ഷേ പാപത്തിൻ്റെ ആ കടുത്ത ദോഷമറിയാവുന്ന നമ്പൂതിരി അതിന് തയ്യാറായി. പറഞ്ഞ രീതിയിൽ സ്ത്രീരൂപം പഴുപ്പിച്ച് നിർത്തി അതിനെ ആലിംഗനം ചെയ്യുവാൻ അടുത്തു. പക്ഷെ അതിൽ തൊടുന്നതിന് മുമ്പ് അകവൂർ ചാത്തൻ ഇടയ്ക്ക് നിന്ന് പിടിച്ചു മാറ്റി. അങ്ങ് ആത്മാർത്ഥമായി അതിനെ പുൽകുവാൻ തന്നെ വന്നതായതുകൊണ്ട് ആ നിമിഷം അങ്ങയുടെ പാപം പോയി. മറിച്ച് അങ്ങനെയുള്ള പാപം തനിക്ക് വേണ്ട. വേണമെങ്കിൽ 1000 യാഗം നടത്താം എന്നായിരുന്നു തിരുമേനിയുടെ നിലയെങ്കിലോ പാപം പോവില്ല. ആത്മാർത്ഥമായ പശ്ചാത്താപം. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച പറ്റിയതിന് ശേഷമുണ്ടാകുന്ന അതിൻ്റെ ഒരു ഏറ്റുപറച്ചിലല്ല, പിന്നെയോ എന്നേക്കുമായി ആ പാപത്തിൽ നിന്ന് മുക്തനാകാൻ ഉള്ള പ്രതിജ്ഞ. അത്തരം പാപകർമ്മങ്ങളിൽ വീണ്ടും ഏർപ്പെടില്ല എന്നുള്ള ഉറച്ച തീരുമാനം. അങ്ങനെ ഒരു ഉറപ്പ് ആർജിക്കുന്നവന്റെ പാപം പോകുന്നു. നോക്കൂ, പാപിയെ എന്നും പാപിയായി നമ്മുടെ സംസ്കാരം കാണുന്നില്ല. കൊടുംപാപികൾ എത്രയോ പാപമുക്തി നേടി ഋഷീശ്വരന്മാർ വരെ ആയി കഴിഞ്ഞിരിക്കുന്നു. നാം കണ്ടിട്ടുണ്ട് വാൽമീകി ചരിതം. കൊടിയ പാപങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ജീവിതം പിന്നീട് അതെന്തായി തീർന്നു? ലോകത്തിന് മുഴുവൻ വിവേകത്തിൻ്റെ വെളിച്ചമോതുന്ന ധർമ്മശാസ്ത്രം രചിച്ച മഹാദർശിയായി അദ്ദേഹം മാറിയില്ലേ? എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതുപോലെ. അവിടെയെല്ലാം ആന്തരികമായ മാറ്റം, സംസ്കരണം, ഇതാണ് മാനസിക തീർത്ഥാടനം എന്നറിയുക. ആന്തരിക തീർത്ഥാടനം. തരണം ചെയ്തു പോകേണ്ടത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. ആ മനസ്സില്ലാതാകണമെന്നല്ല. അവിടെയാണ് സകലതിൻ്റെയും ഉത്ഭവം. സകല പാപങ്ങളും, പാപവാസനകൾ, പാപചിന്തകൾ, ഇതെല്ലാം സഞ്ചയിക്കപ്പെടുന്നത് അവിടത്രേ. നമുക്കെല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്. ഏതൊരു കർമ്മത്തിൻ്റെയും പ്രാരംഭം അത് ഉള്ളിൽ നിന്നാണ്. അതിൻ്റെ തെളിച്ചമനുസരിച്ചിരിക്കും നമ്മുടെ കാഴ്ചയുടെ തെളിച്ചം, കാതിൻ്റെ തെളിച്ചം, നാവിൻ്റെ തെളിച്ചം,
എന്ന് വേണ്ട ബുദ്ധിയുടെ തെളിച്ചം വരെ. അപ്പൊ അതുകൊണ്ട് മാനസിക തീർത്ഥാടനം ഉള്ളത് പറഞ്ഞാൽ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും വേണ്ടതത്രേ. ഒന്നോർത്തു നോക്കൂ, ഒരു നിമിഷം പോലും ജീവനുള്ളിടത്തോളം നമ്മുടെ ജീവിതത്തിന് വിരാമമില്ല. ഉറക്കം പോലും ഉണരാനുള്ള ഒരു പ്രവൃത്തി അത്രേ. അതിനാൽ ജീവിതത്തെ അനുനിമിഷം പാപത്തിലേക്ക് വഴുതിപ്പോകാതെ, പുണ്യത്തിൽ നിന്ന് പിടിവിടാതെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാനസിക തീർത്ഥാടനം അനിവാര്യമത്രേ. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പല ഘടകങ്ങളെ ഇണക്കിക്കൊണ്ടുള്ളതാണ്. എത്ര സങ്കല്പങ്ങളിലുള്ള തീർത്ഥാടനങ്ങളുണ്ടോ, ഏതെല്ലാം സങ്കല്പങ്ങളിലുള്ള തീർത്ഥഘട്ടങ്ങളോ തീർത്ഥസ്ഥാനങ്ങളോ ഉണ്ടോ, അതിൻ്റെ എല്ലാം സമന്വയം നമുക്ക് ശിവഗിരി തീർത്ഥാടനത്തിൽ കാണാം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 100 തീർത്ഥമല്ല, ലോകത്തുള്ള സകല തീർത്ഥഘട്ടങ്ങളിലേക്കും പോകുന്നതിന് സമാനമാണ് ഒരേ ഒരിടത്തേക്കുള്ള ഒരു പൂർണ്ണ തീർത്ഥാടനം. അത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു, അന്ന് നമുക്ക് സദ്ഗതിയായി എന്ന് കരുതാവുന്നതാണ്. ഒന്നോർത്ത് നോക്കൂ, അറിവിൻ്റെ തീർത്ഥാടനം ശരിയാണ്, മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ അതിനെ കാണുന്നു. അത് വലിയൊരു കാര്യം എന്ന നിലയിൽ നാം ഇങ്ങനെ ഉദ്ഘോഷിച്ചു വരുന്നു, പ്രസംഗിച്ചു വരുന്നു. അതെല്ലാം വേണ്ടതും അതെല്ലാം അനിവാര്യവുമാണ്. പക്ഷേ അവിടെ തന്നെ കടിച്ചു തൂങ്ങാതെ, അതെങ്ങനെയാണ് പറയുന്നത് കേട്ടിട്ടില്ലേ? കെട്ടിയിട്ട തോണിയിൽ കയറിയിരുന്ന് തുഴഞ്ഞാൽ തുഴയുന്നുണ്ട്, ആ കെട്ടഴിയാത്തോളം ആ തോണിക്ക് പുരോഗതിയുണ്ടോ? അതേസമയം അധ്വാനം, കർമ്മം അവിടെ നടക്കുകയും ചെയ്യുന്നു. ഇതുപോലെ വൃഥാവിലായി പോകും നമ്മുടെ കർമ്മം എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. ഇവിടെ പുരോഗതി, മുമ്പോട്ടുള്ള ഗതി അനുനിമിഷമെന്നോണം, അനുദിനമെന്നോണം. ഇനി ദിനം പോയി, വർഷം പോയി, പോകെ കാലത്തിൻ്റെ മാറ്റം പല രീതിയിൽ വരും, സ്വാഭാവികമാണ്. മാറ്റം ഈ ലോകത്ത് അനിവാര്യമാണ്. കാലം മാറും, കാലസ്ഥിതിക്കനുസരിച്ച് ലോകത്തിനും പല മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങളെ എല്ലാം ഉൾക്കൊണ്ടു പോകണമെന്നല്ല നമ്മെ പഠിപ്പിക്കുന്നത്. മാറേണ്ടതേ മാറാവൂ. മാറേണ്ടാത്തതായ ചിലതുണ്ട്, അതിനെ മാറ്റുകയും ചെയ്യരുത്. നമ്മളിന്ന് അഭിമാനിക്കുകയാണ്, ലോകമേറെ പുരോഗമിച്ചു. ശരി, മനുഷ്യന്റെ സാന്നിധ്യം ഇതാ അന്യഗ്രഹങ്ങളിലേക്കും അതിൻ്റെ സാധ്യതകൾ വരെ തെളിഞ്ഞിരിക്കുന്നു. ഇതാ മനുഷ്യന് പകരം മനുഷ്യ സൃഷ്ടിയായ ഒരു യന്ത്രം ചിന്തിച്ചുകൊള്ളും. ഇതൊക്കെ പുരോഗതിയാണ്. പക്ഷേ
നാം കാണേണ്ടത് മനുഷ്യൻ ഇത് ഗുണം ചെയ്യുന്നുണ്ടോ? മനുഷ്യന് ഗുണകരമാകാത്തതൊക്കെ പുരോഗതിയല്ല, അധോഗതിയാണ്. അതുകൊണ്ടാണ് അനിയന്ത്രിതമായി പോകുന്ന കാലത്തിൻ്റെ പോക്ക്. അതിനെ നിയന്ത്രിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ലോകം അധപ്പതനത്തിലേക്കാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും വിധം ആണ് ഈ ലോകത്ത് പുരോഗതികൾ വരുന്നത് എങ്കിൽ അതിനെ പുരോഗതിയായി കാണാൻ വിവേകശാലികൾക്ക് കഴിയുന്നതേയല്ല. അവിടെ കാലത്തിനനുസരിച്ച് ചിന്തിക്കുക, പോവുക എന്ന് പറയുമ്പോൾ അലക്ഷ്യമായ കാലപ്രവാഹത്തിൽപ്പെട്ട് മുമ്പോട്ട് കുതിക്കുക എന്നല്ലതിൻ്റെ അർത്ഥം. പിന്നെയോ ലോകത്തിൻ്റെ സ്തുതിക്ക് വേണ്ടി നിലകൊള്ളുക. നോക്കൂ, ഒരു മനുഷ്യൻ സ്വസ്ഥതയെ പ്രാപിക്കുന്നത് പോലെ, സുസ്ഥിതിയെ പ്രാപിക്കുന്നത് പോലെ, സമാധാനത്തെ പ്രാപിക്കുന്നത് പോലെ ഈ ലോകത്തിനും വേണ്ട ഒരു സുസ്ഥിതി. ഈ ലോകത്തിൻ്റെ ആ സുസ്ഥിതിയെ കെടുത്തുന്നതാരെ? അനിയന്ത്രിതമായി പായുന്ന മനുഷ്യന്റെ ആ ലോഭവും ആർത്തി. അതല്ലാതെന്ത്? നോക്കൂ, മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്ന് ലോകത്തെമ്പാടുമുള്ള ഭരണകൂടങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതേ ഭരണകൂടങ്ങളുടെ സ്വാർത്ഥത മൂലം എത്രയോ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെ കൊല ചെയ്യപ്പെടുന്നത്, കൊല ചെയ്യുന്നത് അഭിമാനമായി കാണുകയാണ്. അവരെ അമരന്മാരായി പ്രഖ്യാപിക്കുകയാണ്. എന്തു ചെയ്യും? ഗുരുദേവൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ദീനം പിടിച്ച ഒരാൾ, അയാൾ സ്വയരക്ഷയ്ക്കായി ജീവൻ വെടിയാൻ തുനിഞ്ഞാൽ അവിടെ ലോകത്തിൻ്റെ അല്ലെ രാഷ്ട്രത്തിൻ്റെ ധർമ്മബോധമുണരും. അതിൽ നിന്ന് അയാളെ തടയും പാടില്ല. സ്വയം ഹത്യ ചെയ്യാൻ പാടില്ല. എത്ര കാരുണ്യം, എത്ര ധർമ്മബോധം! ഇതേ രാഷ്ട്രനീതി തന്നെയാണ് താൽക്കാലികമായി ഉണ്ടാകുന്ന ക്ഷോഭത്തിന്റെ പേരിൽ, വാശിയുടെ പേരിൽ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകളെ ചുട്ടുകൊല്ലുന്നത്, പല തരത്തിലും കൊല്ലുന്നത്. കാലങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ പല സംവിധാനങ്ങളെയും ഞൊടിയൊടിക്കുള്ളിൽ ഭസ്മീകരിക്കുന്നത്. ഇത്രയും സൂചിപ്പിച്ചത് ഗുരു ഒരിക്കൽ അരുളി, മനുഷ്യൻ കെട്ടുപോയാൽ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? മനുഷ്യൻ കെട്ടുപോയാൽ, ആ മനുഷ്യവംശം നശിച്ചു പോയാലെന്നല്ല പറയുന്നത്. നശിച്ചിരുന്നെങ്കിൽ ഈ ലോകമെങ്കിലും രക്ഷപ്പെട്ടേനെ. പക്ഷേ കെട്ട മനുഷ്യനോ ഈ ലോകത്തെ മാത്രമല്ല, ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിൻ്റെ കൂടി താളം തെറ്റിച്ചേക്കാം. അപ്പൊ ഒന്ന് ഓർത്തു നോക്കൂ, അത്യധികമായ ലോഭം ഗുരു ഒരിക്കൽ അരുളിയതാണ്. മനുഷ്യന്റെ അത്യധികമായ ലോഭം മാർത്തി. ഈ ലോഭം എവിടെ നിന്നാണ് വരുന്നത്? സമനിലയിലല്ലാത്ത മനസ്സ് മനുഷ്യനുണ്ടായാൽ അവന് വാശി കൂടും, ലോഭം കൂടും, ആർത്തി കൂടും, വൈരാഗ്യം കൂടും. എന്തെല്ലാം ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളെല്ലാം അവനിൽ വളരും.
ഇങ്ങനെ അരുതാത്തതിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷേ അവൻ നിസ്സഹായത കൊണ്ട് ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇതെല്ലാം ഉള്ളിലടക്കിക്കൊണ്ടാണ് അവൻ്റെ ജീവിതം പോകുന്നതെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും ജീവിക്കുക? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപിയായി. പാപിയായി. ഇതിനെ തരണം ചെയ്യുന്നതെന്ത്? അത് തീർത്ഥം. ഈ മാർഗത്തെ തേടുന്നതെന്ത്? അത് തീർത്ഥാടനം. ഒന്നോർത്തു നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്റെ അദമ്യമായ ഇതുപോലുള്ള വെമ്പൽ, അതിൻ്റെ കൊടിയ ദുരന്തങ്ങൾ പ്രത്യക്ഷമായി പരോക്ഷമായി കാലങ്ങളായി ലോകം അനുഭവിക്കുന്നു. ഗുരുദേവന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടുന്ന് മനുഷ്യനെ മാത്രം കണ്ടു. മനുഷ്യനെ മാത്രം കണ്ടു. അവനെയാണ് ഉണർത്തേണ്ടത്, അവനെയാണ് വളർത്തേണ്ടത്, അവനെയാണ് തെളിക്കേണ്ടത്. അവൻ കെട്ടുപോയാൽ ഈ ലോകത്ത് മറ്റെന്തെല്ലാം ഉണ്ടായാലും എന്ത് പ്രയോജനം? നോക്കൂ, ദൈവമുണ്ട്, ധർമ്മമുണ്ട്, നീതിയുണ്ട്. ഇനി എന്തെല്ലാം സവിശേഷ ഗുണങ്ങളാണ്, ആ ഗുണങ്ങളെല്ലാം ഈ ലോകത്തുണ്ട്. സത്യം, ധർമ്മം, ദയ, ശാന്തി, അനുകം എല്ലാമുണ്ട്. ഇതെല്ലാം ഉണ്ടെന്ന് വരികിലും മനുഷ്യൻ കെട്ടുപോയാൽ ഇതെല്ലാം കേവലം സങ്കല്പം മാത്രം. അതുകൊണ്ട് തെളിഞ്ഞ ഉണർന്ന മനുഷ്യനിലൂടെ മാത്രമേ ഈശ്വരീയത പോലും ദൈവീകത പോലും ഈ ലോകത്ത് വിളങ്ങുകയുള്ളൂ. ആത്യന്തികമായി ദൈവം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ദൈവത്തിന് വിളങ്ങണം. പ്രപഞ്ചപ്രതിഭാസങ്ങളായി ഇത് വിളങ്ങുന്നുണ്ട്, വിലസുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പൂർണ്ണത എവിടെയാണ്? ദൈവത്തെ അറിയണം, ദൈവം അറിയപ്പെടണം. അറിവ് അത് വളരെ പ്രധാനമാണ്. പല പല തലങ്ങളിൽ, ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ഗുരുദേവ കൃതികളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ, ചർച്ചകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമുക്ക് എത്ര കേട്ടാലും, ഇനി ഒരു കുട്ടിയാണ് പറയുന്നതെങ്കിൽ പോലും നമ്മളുടെ ശ്രദ്ധ കടന്നു ചെല്ലാത്ത തലങ്ങളിലേക്കത് നമ്മെ നയിക്കും. അത് നമുക്കൊരു ശീലമാകേണ്ടതുണ്ട്. പൊതുവെ മനുഷ്യർ ബാഹ്യമായ ചില നടപടികളിലൂടെ തൃപ്തിയടയും. അതിനപ്പുറത്തേക്ക് പോകുവാൻ അവൻ തയ്യാറാകുന്നില്ല. അവനൊരു സ്തംഭനമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ കെട്ടിയിട്ട തോണി തുഴയുന്നത് പോലെ. അപ്പൊ അവിടെ നമുക്കെല്ലാവർക്കും ഒരു പുനർചിന്തയുണ്ടാവണം. നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്, കാലം ചെല്ലും തോറും നമ്മുടെ തീർത്ഥാടനം പുരോഗമിക്കത്തേ ഉള്ളൂ. 5 പേരിൽ തുടങ്ങി 50 500 5000 50,000 5 ലക്ഷമായി, ഇനി ഇത് 5 കോടിയാകും. പിന്നെന്തു വേണം? ഇത് ഒരു തലം ശ്രദ്ധിക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ ഈ മഹാതീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശം വേണം, ഒരു ലക്ഷ്യം. ഇതൊരു മഹാപ്രവൃത്തിയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്?
ജീവിതത്തിൻ്റെ സമഗ്രമായ സുസ്ഥിതി. അതിലൂടെ ലോകത്തിൻ്റെ ആകവെയുള്ള സുസ്ഥിതി. ഇത് ഒരു മാതൃകയായി ഗുരുവിൻ്റെ സമാധിസ്ഥാനത്ത് നടക്കുന്നത്. ഇത് ലോകം മുഴുവൻ വ്യാപിക്കാനാണ്, ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനാണ് എന്നല്ല പറയേണ്ടത്. ലോകം എന്തായിരിക്കണമോ, ലോകം എങ്ങനെയായിരിക്കണമോ അപ്രകാരം ആ ലോകത്തെ ആക്കി തീർക്കുക. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. മനുഷ്യൻ എങ്ങനെയായിരിക്കണമോ അങ്ങനെ മനുഷ്യനായി തീരുക. അതോടൊപ്പം തന്നെ നമുക്ക് തീർത്ഥാടനത്തിൻ്റെ അഷ്ടലക്ഷ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വളരെ സാവകാശമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഏതായാലും ഒരു വസ്തുതയുണ്ട്. ഉണരാത്ത മനസ്സിൽ അറിവ് പകർന്നാൽ, തെളിയാത്ത മനസ്സിൽ അറിവ് പകർന്നാൽ എങ്ങനിരിക്കും? അത് പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെ വ്യർത്ഥമായിത്തീരും. ഇനി തെളിയാത്ത മനസ്സിലാണെങ്കിലോ അത് വിപരീതമായേ കേൾക്കും, വിപരീത ഫലമേ അതുകൊണ്ടുണ്ടാകൂ. അതുകൊണ്ട് പാത്രശുദ്ധി അഥവാ മനഃശുദ്ധി എന്നൊന്നുണ്ട്. അവിടെ പരാജയപ്പെട്ടാൽ എത്ര മഹത്തായ ആദർശമായിക്കൊള്ളട്ടെ, ഈ ലോകത്തൊന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളും ഒന്നിനും ഒരു പൂർണ്ണത കാണില്ല. എന്നിരുന്നാൽ പോലും സതുദ്ദേശത്തോടെയാണ്, ലോക നന്മ ലക്ഷ്യമിട്ട് തന്നെയാണ് അതെല്ലാം അതിൻ്റെ കർത്താക്കൾ, ആചാര്യന്മാർ, പ്രവാചകന്മാർ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. ആ കാലത്തിൻ്റെ ചില പരിമിതികൾ കൊണ്ടുണ്ടായ ആ കുറവിനെ നമ്മൾ കുറവായി കാണേണ്ടതില്ല. പക്ഷെ ആലോചിച്ച് നോക്കൂ, ലോകം നന്നാകണമെങ്കിൽ ആദ്യത്തെ പ്രവാചകൻ അല്ലെങ്കിൽ ഋഷീശ്വരൻ കൽപ്പിച്ചത് ചെവിക്കൊണ്ടാൽ മതിയായിരുന്നല്ലോ. അത് ചെവിക്കൊണ്ടിരുന്നുവെങ്കിൽ അതിനൊരു കാലത്തിനനുസരിച്ചൊരു പുരോഗമനം മാത്രം വരുത്തിയാൽ മതിയായിരുന്നു. പക്ഷേ സംഭവിച്ചതങ്ങനല്ല. പൊട്ടിമുളയ്ക്കുകയാണ്. എത്രത്തോളം മതങ്ങളുണ്ടെന്നും ആ മതങ്ങൾക്കെല്ലാം എത്ര അവാന്തര വിഭാഗങ്ങളുണ്ടെന്നും നമ്മൾ അറിയുന്നില്ല. ആധുനിക കാലത്തുണ്ടായ പുരോഗമന ശാസ്ത്രങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇത്ര കണ്ട് ചിഹ്നിച്ചെറിയുന്നതെന്ന് സാമാന്യ ജനങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ചിന്തിച്ചു നോക്കൂ. പൊരുത്തപ്പെടാനാവുന്നില്ല, യോജിക്കാനാവുന്നില്ല. താൽക്കാലികമായുണ്ടായ ഒരു വിഭ്രമമോ ക്ഷോഭമോ അനിഷ്ടമോ മതി മഹത്തായ ഒരു ആദർശത്തിൻ്റെ പേരിൽ സുസംഘടിതരായ ഒരു സമൂഹം ഛിന്ന ഭിന്നമാകുവാൻ. അപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിച്ചത് നമുക്കുണ്ടായിരിക്കുന്ന ഒരു വലിയൊരു ഭാഗ്യം. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും നോക്കൂ സഹോദരങ്ങളെ, മുമ്പ് സൂചിപ്പിച്ച രീതിയിൽ മറ്റ് പ്രസ്ഥാനങ്ങൾ ചിതറുന്ന മാതിരി ഈ പ്രസ്ഥാനത്തിന് അങ്ങനെയൊരു ദുര്യോഗമുണ്ടാകുന്നില്ല. ഇത് ഗുരുവിൻ്റെ ഒരു മഹാസങ്കല്പമാണ്. ഇത് നല്ലൊരു ലക്ഷണമാണ് സഹോദരങ്ങളെ. അപ്പോൾ ഇവിടെയാണ് ശുഭാകാംക്ഷ, മാനസിക തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ശുഭാകാംക്ഷ, ശുഭചിന്ത, ശുഭപ്രതീക്ഷ. ലോകം കലങ്ങിമറിഞ്ഞുകൊള്ളട്ടെ. ഒരു ശുഭചിന്തകന്റെ ചിന്ത എന്തായിരിക്കും? ഓ,
അതടങ്ങിക്കൊള്ളും, തെളിഞ്ഞുകൊള്ളും. ഇതാണ് ശുഭപ്രതീക്ഷ. ഗുരു കൽപ്പിച്ചതിന് വിപരീതമായിട്ടാണോ ലോകം പോകുന്നത്? നമുക്കറിയാം, ഉറപ്പായും അറിയാം. ഗുരുവിൻ്റെ കൽപ്പനയാണ്, ഗുരുവിൻ്റെ സങ്കല്പമാണ്, അത് വ്യർത്ഥമാവില്ല. ഇത് ശമിച്ചുകൊള്ളും, ഇവിടെ തന്നെ വന്ന് വിലയം പ്രാപിച്ചുകൊള്ളും. ഇത് പക്ഷേ നമ്മുടെ ഉള്ളിൽ അതുപോലെ ഉറച്ചുപോയ ചില ധാരണകൾക്ക് ഒത്തുവന്നു എന്ന് വരില്ല. കാരണം നമ്മളെല്ലാം അധാർമികതയിലെ രോക്ഷം കൊള്ളുന്നവരാണ്. അതും നമുക്കൊരു ശീലമായി. എങ്ങനെ? ധർമ്മം കണ്ടാൽ അവിടെയും നമുക്ക് സങ്കടം. അതെന്താണ്? അധർമ്മത്തിനെതിരെ ഞങ്ങൾക്ക് എങ്ങനെ രോഷം കൊള്ളാനാവും? അത് പണ്ട് പറഞ്ഞതില്ലയോ? ഒരു തോട്ടത്തിൽ തക്കാളി കൃഷിയാണ്. അയാളുടെ ആ തോട്ടം നല്ലപോലെ കായ്ച്ച് കൊല മറിഞ്ഞു കിടക്കുകയാണ്. തക്കാളി നല്ല ഫലപുഷ്ടി. പക്ഷേ ആ തോട്ടത്തിൻ്റെ ഒരു കോണിൽ അയാൾ നഖം കടിച്ച് നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ട് മറ്റൊരാൾ ചോദിക്കുന്നു, ഇത്ര സമൃദ്ധി നിനക്കുണ്ടായിട്ട് നിനക്കെന്തിനാണ് ഈ നിരാശ? അപ്പോൾ അയാളുടെ സങ്കടം, ഞാൻ ഇനി പന്നിക്ക് എന്നാ പറിച്ചു കൊടുക്കും? അപ്പൊ അതുവരെ ചെയ്തിരുന്നത് പകുതിയും കേടായിരിക്കും, ഇങ്ങനെയുള്ളതെല്ലാം പറിച്ച് പന്നിക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അയാളുടെ സങ്കടം എന്താണ്? കേടൊന്നുമില്ല. പിന്നെ പന്നിക്ക് എന്തു കൊടുക്കും? അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മാനസിക നിലയിലുള്ളവർക്ക് പൂർണ്ണാനുഗ്രഹം കിട്ടിയാലും അവിടെയും നിരാശയായിരിക്കും. അപ്പൊ ഇവിടെ മാനസ തീർത്ഥാടനം, അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടതല്ല. മനസ്സ് നന്നായില്ല എങ്കിൽ ലോകം നന്നാവില്ല. നന്നാവലിൻ്റെ ഒന്നാമത്തെ പടിയാണ് മാനസ തീർത്ഥാടനം. മനസ്സിൽ നിന്നും പാപചിന്തകളെ ഒഴിക്കുക. അതിനെ നോക്കൂ, ഏറ്റവും ലളിതം, എന്നാൽ ശ്രദ്ധ വെച്ച് നമ്മളെല്ലാവരും പാലിക്കേണ്ടതായ ഈശ്വര ആരാധനയെക്കുറിച്ച് ഗുരു പറഞ്ഞത്. തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ അവിടെ 3-ാം സ്ഥാനമാണ് വരുന്നതെങ്കിലും അവിടെ ശരിയായ ഈശ്വരാരാധന ഉണ്ടാകണമെങ്കിൽ വിവേകമുണ്ടാവണം. അതിനാണ് വിദ്യാഭ്യാസത്തെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം അത് നോക്കൂ, മലിനമായ മനസ്സിൽ എത്ര അറിവ് കടന്നു വന്നാലും, അത് ഭൗതിക അറിവായിക്കൊള്ളട്ടെ, പാരത്രികമായ അറിവായിക്കൊള്ളട്ടെ, ആ അറിവ് ദുഷിച്ചു പോകും. എത്രയോ വിദ്യാസമ്പന്നരാണ് ഈ അരുതായ്മകൾ കാണിക്കുന്നത്. അറിവ് ഒരുവനെ ശുദ്ധീകരിക്കുമെങ്കിൽ ആ വിദ്യാഭ്യാസം നേടിയവരെല്ലാം ധർമ്മിഷ്ഠന്മാരായിരിക്കണമല്ലോ, മാന്യന്മാരായിരിക്കണമല്ലോ. വലിയ വലിയ യുദ്ധങ്ങൾക്ക്, ഭീകരപ്രവർത്തനങ്ങൾക്ക് വഴി വെക്കുന്നവരെല്ലാം വിദ്യാസമ്പന്നരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ വിദ്യ കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പൊ വിദ്യാഭ്യാസം അത് യഥാർത്ഥത്തിൽ യഥാർത്ഥ വിദ്യ അറിയേണ്ടതറിയുക. അപ്പൊ മറ്റേത് ഈ ലോകത്തിൽ ജീവിക്കുവാൻ താൽക്കാലികമായ ചില അറിവുകൾ നമുക്ക് വേണം. അതൊന്നും പുണ്യത്തിന് കാരണമാവില്ല. പുണ്യത്തിന് കാരണമാകുന്ന അറിവ്
അത് ധർമ്മബോധത്തിൽ കൂടി മാത്രമേ സാധിക്കൂ. അതിന് ശുചിത്വം, അത് ബാഹ്യമായ ശുചിത്വം മാത്രമാണോ? ബാഹ്യ ആഭ്യന്തര ശുചി എന്നാണ് ഗുരുദേവൻ അതിനെ പറഞ്ഞിരുന്നത്. ബാഹ്യ ആഭ്യന്തര ശുചി. ഇങ്ങനെ ഒരു തലത്തിൽ എത്തുമ്പോൾ മാത്രമേ ഈശ്വര ഭക്തിക്ക് സംശുദ്ധി ഉണ്ടാവൂ, അതിന് സഫലതയുണ്ടാവൂ. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ പാകപ്പെട്ട മനുഷ്യൻ, അവൻ ഒത്തുകൂടുന്നതാണ് ലോകം. ഇപ്പൊ സംഘടന എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ ഒരു പ്രത്യേക ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കൂടിയിരിക്കുന്ന ആ ഒരു കൂട്ടത്തെയാണോ ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ ഒന്നായിത്തീരണം, മനുഷ്യൻ ഒന്നായിത്തീരണം. മനുഷ്യൻ ഒന്നായിത്തീരുന്നിടം വരെ ഗുരുവിൻ്റെ ഈ ശാസനകൾക്ക് വിശ്രമമില്ല. ആ ശാസന നമ്മെ നിയന്ത്രിച്ചു കൊണ്ട് തന്നെയിരിക്കും. നമ്മളിതാ കുതറി മാറാൻ ശ്രമിച്ചാലും അവിടുന്ന് കൈവിടുകയില്ല. അപ്പം നമ്മൾ കാണേണ്ടതുപോലെ പാല് നെയ്യാകുന്ന പ്രക്രിയ നമുക്കറിയാം. അത് തിളയ്ക്കണം, പിന്നെ പാകത്തിൽ തണുക്കണം, പിന്നെ ഉറകൂടണം. ആ ഉറകൂടി ഇത് ഉറയ്ക്കുന്ന ആ പ്രക്രിയയൊക്കെ എത്ര സങ്കീർണമായിരിക്കും. പിന്നെ അത് കടയണം, കടഞ്ഞ വെണ്ണ അത് ഉരുകി തിളച്ച് പാകപ്പെടണം. നെയ്യായി തീർന്നാലോ അത് പിന്നെ കേടാവില്ല. നോക്കൂ, പാലായിട്ടിരുന്നാൽ അതിന് നിമിഷങ്ങളോ മണിക്കൂറുകളോ മാത്രമേ ആ സംശുദ്ധിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം അത് നെയ്യായി തീർന്നാൽ അത് കേടാവില്ല. ഏതാണ്ട് തീർത്ഥാടന പ്രക്രിയ ഇതുപോലാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഉരുകേണ്ടി വരും, തപിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, പല പല ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. നോക്കൂ സഹോദരങ്ങളെ, ആരുടെ നാമം പാടിക്കൊണ്ടാണ്, ജപിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്? ആ ദിവ്യം നാമം പേറിയ മൂർത്തി എങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ തീർത്ഥാടനം നടത്തിയത്? ദേശാന്തര ഗമനം അവിടുന്ന് നടത്തിയത് ഏതൊരു വിചാരത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു? ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. കടുത്ത വിശപ്പിനെ സ്വന്തം ആ സഹനശക്തി കൊണ്ട്, തിദിക്ഷ കൊണ്ട് അവിടുന്ന് അടക്കി. സ്നേഹപൂർവ്വം ആരെന്ത് നീട്ടിയാലും ഒരുപക്ഷേ വർജ്യമായത്, ഇങ്ങനെയൊരു നടപ്പിന് യോജിക്കാത്ത ഭക്ഷണം കൊടുത്താൽ പോലും കൊടുത്തയാളുടെ ആ നല്ല മനസ്സിനെയാണ് അവിടുന്ന് സ്വീകരിച്ചത്. ഇതായിരുന്നു ഗുരു. നോക്കൂ, അവിടുത്തേക്ക് ഒരു തണലുണ്ടായിരുന്നില്ല, ഒരു മറയുണ്ടായിരുന്നില്ല, ഒരു തടയുണ്ടായിരുന്നില്ല. പ്രകൃതിയുടെ ആ തല്ലും തലോടലുമെല്ലാം അവിടുന്ന് ഒരുപോലെ സഹിച്ചില്ലേ? അതിൻ്റെ 1000-1 ത്യാഗമുണ്ടോ സഹോദരങ്ങളെ നമുക്കിന്ന്? എല്ലാവരും ചിന്തിക്കുക. ഈ മഹാത്യാഗത്തെ കൂടി അനുകരിച്ചുകൊണ്ട്, ആ ത്യാഗത്തിലൂടെ അവിടുന്ന് എന്താണോ ലക്ഷ്യമിട്ടത്, ആ ലക്ഷ്യബോധം ആർജിക്കുവാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ യാത്ര. തുടർന്ന് ഏതാനും സംഭാഷണങ്ങൾ കൂടി സമാന രീതിയിൽ തന്നെ നമ്മൾ ശ്രവിക്കേണ്ടതുണ്ട്. നാനാ വശങ്ങളിലൂടെ തീർത്ഥാടനത്തെ നമുക്കിനിയും സമീപിക്കേണ്ടതുണ്ട്. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നമോവാകം.